Yes, welcome back to part second of the poem If by Joseph Rudyard Kipling. കഴിഞ്ഞ ദിവസം പഠിച്ചത് ജോസഫ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന കവിതയുടെ ആദ്യത്തെ 2 സ്റ്റാൻസുകളാണ് നമ്മൾ പഠിച്ചത്. ടോട്ടലി ആ പോയത്തിന് 4 സ്റ്റാൻസസ് ഉണ്ട്. ഈ 4 സ്റ്റാൻസിലും പറയുന്നത് 4 വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ആ സ്റ്റാൻസ് നമ്മൾ വായിച്ചു പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിച്ചോട്ടെ, ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് പോയറ്റ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ത്യൻ കൾച്ചറുമായി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ ജനിച്ചത് ഇന്ത്യയിലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലൈഫിനെ കുറിച്ചുള്ള പ്രത്യേക താല്പര്യം മിക്കവാറും അദ്ദേഹം തൻ്റെ കവിതകളിൽ എന്തിയിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്. ആക്ച്വലി റുഡ്യാർഡ് എന്ന് പറയുന്നത് ഈസ് ദ നെയിം ഓഫ് എ ലേക്ക്, ഒരു ലേക്കിൻ്റെ പേര്. ലേക്കിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഒരു തടാകത്തിൻ്റെ പേരാണ്. അത് ലണ്ടനിൽ തന്നെയാണ്. അതിന് സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്, സ്റ്റാറ്റ്ഫോർഡ് ഷെയർ എന്ന് പറയുന്ന പ്ലേസിലുള്ള ഒരു ലേക്കാണ് എന്ന് പറയുന്നത് റുഡ്യാർഡ്. അതങ്ങനെയാണ് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന പേര് ഇദ്ദേഹത്തിന് വന്നത്. പിന്നെ അബൌട്ട് ദ പോയം എന്ന് ചോദിച്ചാൽ വെരി സിംപ്ലി വി ക്യാൻ സേ റീസെൻ്റ്ലി ദിസ് പോയം ഈസ് പോപ്പുലർ ആസ് എൻ ആൻതം. ഒരു പോപ്പുലർ ആൻതം പോലെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന ഈ പോയം, അല്ലേ? കാരണം അതിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ ഐ ടോൾഡ് യു ഇൻ ദ പ്രീവിയസ് ഡേ, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ മോണോലോഗ്. മോണോലോഗ് മീൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ ഫോം ഓഫ് പോയം. പോയം തന്നെ നമ്മളിപ്പോൾ പല ക്ലാസിഫൈ ചെയ്താൽ പല സ്ട്രക്ചർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് ഏത്, മോണോലോഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പോയംസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ പോയം ദാറ്റ് കൺസിസ്റ്റ് ഓൺലി വൺ സ്പീക്കർ. അങ്ങനെ വരുന്ന കവിതകളിൽ ഒരു ഇമാജിനറി ഓഡിയൻസ് കൂടെ വന്നാലും അത് വേറൊരു ഫോമിൽ അറിയപ്പെടുക, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രാമറ്റിക് മോണോലോഗ്. നമ്മൾ ലിറിക്സ് എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നില്ലേ, സോങ്, സോണറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഓഡ്, അതുപോലെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് പോയം മാത്രമാണ് എന്ന് പറയുന്നത് മോണോലോഗ്. മോറോവർ, ഇൻ അഡീഷൻ വി ക്യാൻ സേ ദിസ് പോയം ഈസ് എ ഡിഡാക്റ്റിക് ആന്തം. ദ ഡിഡാക്റ്റിക് ഒരുതരം അഡ്വൈസ് ഉണ്ടാക്കുന്നത്, നമ്മളെയൊക്കെ അഡ്വൈസ് ചെയ്യാൻ, നമ്മളെയൊക്കെ നേരെ കൊണ്ടുപോകാൻ ഒരുപക്ഷെ സഹായിക്കുന്ന ടൈപ്പിനെയാണ് വിളിക്കുക ഡിഡാക്റ്റിക് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ആൾസോ എ ഡിഡാക്റ്റിക് പോയം കമ്പോസ്ഡ് ബൈ ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്. ഓക്കെ, ഇത് അറ്റ്ലീസ്റ്റ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആൻഡ് ദ പോയം ഈസ് എബൌട്ട് എന്ന് ചോദിച്ചാൽ ദ പോയം പ്രൊവൈഡ് സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസുകളാണ് പറയുന്നത്. ആ കണ്ടീഷൻസ് എന്താണ്, ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഫുൾഫിൽ. എന്തിനു വേണ്ടിയിട്ടാ, to become perfect. So what are the conditions enabled a person to become a perfect gentleman എന്നതിനെ കുറിച്ചാണ് ഈ കവിത നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ച് പോകുന്നത്. അപ്പോൾ ഓരോ കുറേ ട്രൈറ്റ്സ് ആവശ്യമാണ്, കുറേ ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആരായി മാറാൻ പറ്റൂ. വി കൻ ആൾസോ ബിക്കം എ ജെന്റിൽ പേഴ്സൺ ലൈക്ക് ദ മാൻ ഇമാജിൻഡ് ഇൻ ദ പോയം. അല്ലെ, ഈ പോയം വായിച്ച ശേഷമെങ്കിൽ നമുക്ക് ഒരു ഇതായി മാറാൻ പറ്റണം, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിട്ട് മാറാൻ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ആൾക്കാരും എന്ത് ചെയ്യണം, ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോബാക്കിനെ മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അവസാനം ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ടോട്ടലി 4 സ്റ്റാൻസസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റാൻസിലും പറയുന്ന ഓരോ വ്യത്യസ്തമായ കൺസെപ്റ്റുകളാണ്. അപ്പോൾ ആദ്യ സ്റ്റാൻസ് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും വാട്ട് ആർ ദ ഡീറ്റെയിൽസ് വി ഗെയിൻഡ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസസ് എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബിഗിനിങ് തന്നെ പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, അല്ലേ? അപ്പോൾ ഒരു പെർഫെക്റ്റ് മാൻ ഉണ്ടായിരിക്കേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില ക്വാളിറ്റികളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ദ പെർഫെക്റ്റ് മാൻ ആൻഡ് വാട്ട് ആർ ദ കൺസെപ്റ്റ് ഹി ഓർഡേഴ്സ്. ഫസ്റ്റ് ആൻസർ വി ക്യാൻ സേ ദ ഓർഡേഴ്സ് ക്രിയേറ്റഡ് ബൈ എ പെർഫെക്റ്റ് മാൻ ഹിംസെൽഫ്. ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടേതായ ചില നിഗമനങ്ങളും അല്ലെങ്കിൽ എന്താണ് ചില വിഷ്വലൈസേഷൻസ് ഉണ്ടാവത്തില്ലേ, അല്ലേ? ആ വിഷ്വലൈസേഷൻസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് കംസ് ഇൻ ദ ഫസ്റ്റ് ആൻസർ ഓഫ് ദ പോയം. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസ ക്ലോസ് ആയിട്ട് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ദ സെക്കൻഡ് സ്റ്റാൻസ ഡിസ്ക്രൈബ്സ് ഹൗ ഹി അറേഞ്ചസ് ഹിസ് തോട്ട്സ് ആൻഡ് വേർഡ്സ്.
തൻ്റെ ചിന്തകൾ എന്തായിരിക്കണം, തൻ്റെ ചിന്തകൾ ഏതൊക്കെ രീതിയിലായിരിക്കണം, തൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളെ എങ്ങനെയാണ് പുള്ളി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസ് നമ്മൾ എന്ത് ചെയ്തത് വായിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ ചില വിഷ്വൽസിനോടുകൂടി അല്ലെങ്കിൽ ചില നിഗമനത്തോടു കൂടി നമ്മൾ വായിച്ച് നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയം കുറച്ചുകൂടി ഈസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. And the third stanza, now we are going to study third stanza. He tries to find out. കുറേ ക്വാളിറ്റികൾ ഉണ്ടാവണം, കുറേ ട്രേഡ്സ് ഉണ്ടാവണം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇനി മൂന്നാമത്തെ സ്റ്റെൻസിൽ പുള്ളി പറയുന്നത് പുള്ളി ആ ക്വാളിറ്റികളെ എങ്ങനെയാണ് അറേഞ്ച് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓർഡർ ഓഫ് കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തത് ആ ഓർഡർ ഓഫ് കൺസെപ്റ്റ് സഹായിച്ചിട്ടുള്ള ക്വാളിറ്റികളാണ്. ഇനി ആ ക്വാളിറ്റികളെ പുള്ളി ഏത് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായി വായിക്കാൻ പറ്റും. അത് ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റികളെ കുറിച്ചുള്ള പുള്ളിയുടെ ഇൻട്രാക്ഷൻസുകളാണ് ലാസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 സിമ്പിൾ സ്റ്റാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കവിതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ഞാനൊരു സിമ്പിളായൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചോട്ടെ. ഈ കവിതയ്ക്കകത്ത് നിറയെ ഫിഗറേറ്റീവ് സ്പീച്ചുകളുണ്ട് അല്ലേ. വളരെ ഇപ്പോൾ നമ്മൾ പറയും ഇഫ് യു ക്യാൻ ഡ്രീം എന്നൊക്കെ പറയുമ്പോൾ ആ ഡ്രീമിനൊരു പേഴ്സണായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഒരു ഹ്യൂമൻ ബീയിങ് ഒരാൾ ചെയ്യുന്ന റോളിനെ പോലെയാണ് എന്താ പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡ്രീം എന്ന് പറയുന്ന എന്താണ്, പേഴ്സണായിട്ടാണ് പുള്ളി കണ്ടെത്തിയിട്ട്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ സ്പീച്ച് കൊണ്ട് സമ്പുഷ്ടമാണ് ഏത് കവിത, ഇഫ് എന്ന് പറയുന്ന കവിത. അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ ഫിഗറേറ്റീവ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ പോയം ആൻഡ് മേക്ക് നോട്ട്സ് ഓർ പ്രിപ്പയർ എ ഷോർട്ട് പാരഗ്രാഫ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ലിറ്റററി ആസ്പെക്ട് കൂടെ ഇൻസർട്ട് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്, ഒരു പോയട്രിയാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന കവിത എന്നാണ് പറയാൻ സാധിക്കും. അത് വളരെ ബിഗിനിങ്ങിൽ തന്നെ അത് ഒരുപാട് പോർഷൻ അത് എഴുതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ തന്നെ പറഞ്ഞു ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇവിടെ എന്തിനെയാണ് കവി പെർസോണിഫൈ ചെയ്ത് ചോദിച്ചാൽ ഡ്രീംസ് തന്നെയാണ് എന്ത് ചെയ്തത്, പുള്ളി പെർസോണിഫൈ ചെയ്തത് അല്ലേ. അപ്പോൾ ഡ്രീംസ് ആർ സ്പോക്കൺ ആസ് എ മാസ്റ്റർ. ഡ്രീംസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാസ്റ്റർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹു ഈസ് കൺട്രോൾ അല്ലേ. നോർമലി മാസ്റ്റർ ഈസ് കൺട്രോളിങ് ഓൾ അവർ തോട്ട്സ്. അപ്പോൾ ഒരു മാസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഡ്രീം എന്ന് പറയുന്നതാണ് ഒരു ഹ്യൂമൻ റോൾ അല്ലെങ്കിൽ ക്വാളിറ്റിയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസുകൾ, ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാഠവുമായി അനലൈസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ അദ്ദേഹത്തിൻ്റെ ഒരു ബോൾഡ് നേച്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റിംഗ് എ പേഴ്സൺ. അങ്ങനെ പെർസോണിഫിക്കേഷൻ കൊണ്ട് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പോയമാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന ഈ കവിത. എഗെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച രണ്ടാമത്തെ സ്റ്റാൻസിൽ യൂസ് ചെയ്യായിരുന്നു ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ കേട്ടോ. ആൻഡ് ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് എ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ കണ്ടായിരുന്നോ. ഇപ്പോൾ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ത് ചോദിച്ചാൽ ആർ പെർസോണിഫൈഡ് ആസ് ടു എന്താ പറഞ്ഞിരിക്കുന്നത്, ഇമ്പോസ്റ്റേഴ്സ്. ഇമ്പോസ്റ്റർ അർത്ഥം എന്താണ്, കാപട്യ വേഷക്കാരുമാണ്. അപ്പോൾ 2 പേഴ്സണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും 2 പേഴ്സണാക്കി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് പെർസോണിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പെർസോണിഫിക്കേഷൻസുകൾ കൊണ്ട് ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഫിൽഡ് ആണ് അല്ലെങ്കിൽ നറിഷ്ഡ് ആണ് ഏത് കവിത, നമ്മൾ പഠിച്ച ഇഫ് എന്ന് പറയുന്ന കവിത. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഈ കവിത പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈൻസ് വായിച്ച് മലയാളം പറയാൻ ആർക്കും പറ്റും. ആ ലൈൻസിനകത്ത് ഉണ്ടായിരിക്കുന്ന ലിറ്റററി ആസ്പെക്റ്റുകളും അത് ഉണ്ടാക്കുന്ന മീനിങ്ങുകൾ മനസ്സിലാക്കി നമുക്ക് അതിനൊരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നമുക്ക് എഴുതാൻ പറ്റണം. അതിനാണ് മാർക്ക് കിട്ടുക. സമ്മറി വിൽ നോട്ട് ഗിവ് യു 100% മാർക്ക് ഫോർ റൈറ്റിംഗ് ആൻഡ് അപ്രീസിയേഷൻ. ആൻഡ് ഇഫ് യു വാണ്ട് ഗെറ്റ് അപ്രീസിയേഷൻ നല്ല മാർക്ക് ഉണ്ടാവണം, എന്ത് ചെയ്യപ്പെടണം, നമ്മൾ ആ കവിതയെ അങ്ങനെ വായിച്ച് ഇൻട്രാക്ട് ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്ന പോലെ എന്താണ്, അതിനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതർവൈസ് ലാംഗ്വേജ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല, ലാംഗ്വേജ് ഒരിക്കലും വളരില്ല. വായിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റേജിൽ എത്തിക്കുമ്പോഴാണ് ആൻഡ് യു ആർ ഓൾസോ ഇൻ ടച്ച് വിത്ത് ഗുഡ് ഇംഗ്ലീഷ് എന്ന് എനിക്ക് പറയാൻ പറ്റും.
അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എനിക്കിതും സാധാരണ വായിച്ചു കിട്ടാൻ എൻ്റെ മീനിങ് പറയാൻ ഇത്രയും സമയം ഈ 2 പാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒറ്റ പാർട്ടിൽ ഒരു 15 മിനിറ്റ് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത് ഈ പോയിന്റ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് അവർ ഒബ്ജക്റ്റീവ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ കുറേ ഹയർ ക്ലാസ് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ച് തെറ്റായിരുന്നു അല്ലേ എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്ന കേൾക്കാൻ എനിക്കിഷ്ടമല്ല. അതിനേക്കാൾ ഉപരി ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ ഫ്രണ്ട് ചെയ്യുന്ന ഇങ്ങനെ അഭിനയിച്ചിട്ട് യാതൊരു കാര്യമില്ലുണ്ടായി. അഭിനയത്തിനെങ്കിലും ഇത്തിരി ഒരു മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം ഉണ്ടാവണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കാറുണ്ട്. അതെങ്കിലും നടന്നില്ലെങ്കിൽ മോശമല്ലേ. ഇതെല്ലാം ഒരു ഇൻ്റർനെറ്റ് ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന പ്രഹസനങ്ങൾ മാത്രമായി പോകും എന്ന് പറയുന്നത് ഈ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞൊക്കെ മനസ്സിലായോ? അപ്പോൾ നമുക്കതിൻ്റെ മൂന്നാമത്തെയും അപ്പോൾ ഇനി ആ ക്വാളിറ്റികൾ കവി എങ്ങനെയാണ് അറേഞ്ച് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ 3ാം സ്റ്റാൻസിൽ പറയുന്നത്. പിന്നെ അതിനെ പുള്ളി എന്ത് ചെയ്യുന്നു, അതിനെ ഇൻട്രാക്ട് ചെയ്ത് അത് എഫക്റ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ കവിത എന്ത് ചെയ്യും, തീരും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അവർ ഗ്രേറ്റ് പോയം കോൾഡ് ഇഫ് ബൈ ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്. ഓക്കെ, ലെറ്റ് us continue. If you can make one heap of all your winnings and risk it on one tin of pitch and toss. If you can make, അവിടെ ഒരു കണ്ടീഷൻ പറയുന്നില്ലേ? എന്താ കണ്ടീഷൻ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം അല്ലേ. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഇഫ് യു ക്യാൻ മേക്ക് ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. കണ്ടോ, അതും ഒരു എന്താണ്, അതും ഒരു പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ അതിനൊരു പേഴ്സണായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓബ്ജക്റ്റ് ആയിട്ടാണ് കവി എന്ത് ചെയ്യുന്നത് കണ്ടത്. അല്ലാതെ ഇപ്പോൾ വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് മേക്ക് റെഫറൻസ് ടു ദ അച്ചീവ്മെന്റ്സ്. ഒരാളുടെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പിന്റെ അർത്ഥം കൂമ്പാരം അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റി എന്നൊക്കെ അർത്ഥം അല്ലേ, ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. കാരണം നമ്മളൊരു കൂമ്പാരം പോലെ കൂട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന വലിയ 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 വിജയങ്ങളും അച്ചീവ്മെന്റുകളും നമുക്കുണ്ടാവാം അല്ലേ. ആൻഡ് റിസ്ക് ഇറ്റ് വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഇതൊക്കെ എപ്പോഴും വേണം നമുക്ക് തകർന്നു പോകാം. ഇതൊന്നും ഒരിക്കലും എന്താണ് സ്റ്റേബിൾ ആകണമെന്നില്ലല്ലോ. ദാറ്റ് ക്യാൻ ബി ചേഞ്ച്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്തോ. വൺ ഹീപ്പ് ഓഫ് ഓൾ വിന്നിങ്സ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ദ അച്ചീവ്മെന്റ്സ് ക്രിയേറ്റഡ് ബൈ എ പേഴ്സൺ ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, രണ്ടാമത്തെ എന്താ? ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഇതാർത്ഥം ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. അപ്പോൾ അതിന് ഇത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ സ്ട്രഗിൾ ചെയ്തായിരിക്കും പുള്ളി എന്ത് ചെയ്യുക, ഇത് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിംഗിൾ എൻഡീവർ കൊണ്ടായിരിക്കാം, സിംഗിൾ എഫർട്ട് കൊണ്ടായിരിക്കാം പുള്ളി അതെല്ലാം ഉണ്ടാക്കുന്നത് അല്ലേ. വേറെ ആരും ഉണ്ടാവില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന കുറേ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റുകളായിരിക്കാം. ചിലപ്പോൾ ഇത് എന്ത് ചെയ്യപ്പെടാം, നാളെ ലോസ്റ്റ് ആവാം, നാളെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകാം. ആൻഡ് ലൂസ്, ചിലപ്പോൾ എന്ത് ചെയ്യും, പോകത്തില്ലേ. ചിലപ്പോൾ നമുക്കൊരു നമ്മളെ ചില നഷ്ടങ്ങൾ നമ്മൾ വല്ലാതെ തീരാ വ്യാധിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോടൊന്നും എനിക്ക് യാതൊരു മമതയോ അല്ലെങ്കിൽ സ്നേഹമോ ഇല്ല. കാരണം ജീവിതത്തിൽ എപ്പോഴും എന്ത് സംഭവിക്കാം, ആർക്ക് വേണമെന്ന് സംഭവിക്കാം. നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നു, നാളെ കണ്ടില്ലെന്ന് വരാം അല്ലേ. അപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. വി ഹാവ് ടു ഫേസ് എവറിത്തിങ്. ഒരു ബോൾഡ് ജെന്റിൽമാൻ എപ്പോഴും അങ്ങനെയായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബോൾഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സ്ത്രീകൾ അത്രയും ബോൾഡ് അല്ലെങ്കിൽ പോലും ആണുങ്ങളെങ്കിലും ബോൾഡ് ആകുന്നത്. ഒരു പെൺകൊച്ച് ഒരു ആണിനോട് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യം എന്താണ്? ബോൾഡായിട്ടുള്ള ഒരാളാണ്, തന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേലാണ് പോകേണ്ടത്. അല്ലാതെ അവൻ്റെ ചേഷ്ടകളും അവൻ്റെ സ്റ്റൈലും കണ്ടിറങ്ങി ചെന്നാൽ ഈ സ്റ്റൈലും ചേഷ്ടയും കൊണ്ട് നമുക്ക് നാളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാം. ഈ കോൺഫിഡൻസ് ആയിരിക്കണം. ഇറ്റ് മേ ബി ദ ഹയസ്റ്റ് കോൺഫിഡൻസ് നോർമലി ഇൻ ദ മൈൻഡ് ഓഫ് എ ഗേൾ. അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാണിച്ചിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ സാധിക്കണം അല്ലേ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. നഷ്ടപ്പെട്ടു പോകും. നമ്മളിപ്പോൾ ഈ
നാച്ചുറൽ ഡിസാസ്റ്റർ മൂലം പല ആൾക്കാരും ഭൂമിയും കിടക്കാടോ നമ്മൾ കണ്ടില്ല, ഇടയ്ക്ക് തന്നെ ഉരുൾപൊട്ടുണ്ടായി, എത്രയോ പേര് മരിച്ചുപോയി. ആൻഡ് അവർക്കുണ്ടായിരുന്ന എല്ലാ ഏണിങ്സുകളും പോയി. പക്ഷേ ഇഫ് ദേ വെർ ബോൾഡ് ദേ സ്റ്റാർട്ട് അഗെയിൻ. എവിടെ വെച്ചാണോ പരാജയം ഉണ്ടായത് അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റി ആയിരിക്കണം. പരാജയങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും നമ്മളെ തളർത്തിക്കൊള്ളരുത്. അപ് ടു ദ ലാസ്റ്റ് മൊമെന്റ് ആസ് വി സ്റ്റഡീഡ് സ്റ്റെഫാൻ ഹോക്കിൻസ്, അല്ലേ? നമ്മൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാനുള്ള മൈൻഡിന്, ആ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റും. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യപ്പെടണം? ദാറ്റ് ഷുഡ് ബി ക്ലിയർ ടു സൊസൈറ്റി ആസ് ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിനെ പോലെ ക്ലിയർ ആയിരിക്കണം. അവ്യക്തതകൾ പാടില്ല ലൈഫിൽ. തീർച്ചയായും എല്ലാം വ്യക്തമായി മാറണം. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് എബൌട്ട് യുവർ ലോസ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നഷ്ടപ്പെട്ടതോർത്ത് നമ്മൾ പറഞ്ഞിരുന്നാലേ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും? ഇല്ലല്ലോ, അല്ലേ? പാസ്റ്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അതൊരു എന്താണ്, PDF ഫയല് പോലെയാണ്, അല്ലേ? ആ PDF ഫയൽ മാറ്റം വരുത്താൻ പറ്റും, മാറ്റം വരുത്താം. പക്ഷേ നോർമലി നമ്മൾ എന്ത് ചെയ്യാറില്ല? PDF ചേഞ്ച് ചെയ്യാറില്ല. അതുപോലെ അത് കൺഫേംഡ് ആണ്. അതിലൊരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരുത്താൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ലോസിനെ കുറിച്ചും മാത്രം ചിന്തിച്ചാൽ അത് ഏറ്റവും വലിയ എന്താണ്, സൈൻ ഓഫ് വാട്ട് വീക്ക്നെസ് ആയിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ, അല്ലേ? നമുക്ക് ഏറ്റവും വലിയ പവർ നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ഇനാക്റ്റീവായിട്ട് വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇഫ് യുവർ നിങ്ങളുടെ ഞരമ്പുകളും സിരകളും ധമനികളും നിങ്ങൾക്ക് അതിനുള്ള പ്രചോദനം തരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു വർക്ക് അഗെയിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലേ? ആൻഡ് ടു സെർവ് യുവർ ടൈം ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ, അല്ലേ? കാരണം ഒരുപാട് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളായിരിക്കാം. ആ നഷ്ടങ്ങൾ നമ്മൾ ഓർത്തോർത്ത് വീണ്ടും വർഷങ്ങൾ പാഴിക്കളയാതെ, ആൻഡ് ഇഫ് യു ഹാവ് ഇനഫ് പവർ, മെൻ്റൽ പവർ ആൻഡ് സ്റ്റാമിന ആൻഡ് എവറിഥിങ്, വൈ ഡോണ്ട് യു ഹെസിറ്റേറ്റ്? സ്റ്റാർട്ട് അഗെയിൻ. ആൻഡ് ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഷുഡ് പൊസസ്ഡ് ബൈ എ ജെന്റിൽമാൻ. ആൻഡ് സോ ഹോൾഡ് ഓൺ when there is nothing in you except the will which says to him. നമുക്ക് വേറെ ഒന്നും വേണ്ട. എല്ലാത്തിനും ഒരു മൈൻഡ് ഉണ്ട്. ഇഫ് there is a mind, അതെല്ലാത്തിനും ഉള്ള ഒരു പെനാഷിയാണ്, ഒറ്റമൂലിയാണ്. മൈൻഡ് ഉണ്ടോ? എന്താണ് നമ്മൾ പറയുകയാണ്? ഹോൾഡ് ഓൺ, ദാറ്റ് മീൻസ് കണ്ടിന്യൂ. കണ്ടോ? അപ്പോൾ ഹോൾഡ് ഓൺ എന്ന് പറയുന്നതിൽ പോലും നമുക്ക് എന്ത് പറയാം? ഒരു പെർസോണിഫിക്കേഷൻ്റെ ഫീലിംഗ് വരുന്നത് കണ്ടോ, അല്ലേ? എന്താ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ അത് എന്തിന് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് എന്താണ്? എ ബോൾഡ് മാൻ ഓൾവേസ് സ്റ്റിക്സ് ഓൺ ഹിസ് ഹാർഡ് വർക്ക് അഗെയിൻ. വീണ്ടും വീണ്ടും അയാൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബോൾഡ് മൈൻഡുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ആരെന്ന് പറയുന്നത്? എ ജെന്റിൽ പേഴ്സൺ, എ ജെന്റിൽ മാൻ, അല്ലേ? ദെൻ അടുത്ത 4ാമത്തെ സ്റ്റാൻസ് പുള്ളി അതിൻ്റെ ഇൻട്രാക്ഷൻസ് പറയാണ്. If you can talk with crowds and keep your virtue. നമ്മൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും. നമുക്ക് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ എന്ത് ചെയ്യും? വരാറില്ലേ, അല്ലേ? ഇപ്പോൾ ഡിസോണസ്റ്റ് പീപ്പിൾ എന്തോ പറയായിട്ട് അവരെന്തോ കാണിക്കട്ടെ, ഇതൊന്നും നമ്മുടെ ഒരു ചാപ്റ്ററേ അല്ല, നമ്മുടെ ഒരു ഇഷ്യൂ അല്ല. ഡോണ്ട് ബോദർ അബൌട്ട് സച്ച് തിങ്സ്. ആൻഡ് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ്. അപ്പോൾ ക്രൗഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റിംഗ് പവർ. നമ്മൾ വലിയ വലിയ ആൾക്കാരുമായി നാളെ ഇൻട്രാക്ട് ചെയ്യും, അല്ലേ? വലിയ വലിയ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യും? സഹകരിക്കും. ആൻഡ് കീപ് യുവർ വെർച്യൂസ്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ട്. ആ നന്മ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ട്രൈ ടു ഡിസ്ട്രോയ്. എത്ര വലിയ പൊസിഷനിലായിക്കോട്ടെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ആശയങ്ങൾ, നമ്മുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ എപ്പോഴും ഉണ്ടാവണം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ട്രൈ ടു ലൂസ്. അതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. If you can talk with the crowds and keep your virtue or walk with the kings, അല്ലേ? വലിയ വലിയ ക്രൗഡിനോടൊപ്പം ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ വലിയ വലിയ രാജാക്കന്മാരെ പോലെ ജീവിക്കുമ്പോഴൊക്കെ എന്താണ്? നമ്മൾ ഒരിക്കലും ഈ മതിമറന്ന് അല്ലെങ്കിൽ തലമറന്ന് എണ്ണ തയ്ക്കാൻ പാടില്ല. നമ്മുടെ വെർച്യൂസ് നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല, അല്ലേ? ഇഫ് യു ഹാവ് വെർച്യൂ, ദാറ്റ്സ് എ ഇന്നേറ്റ് ക്വാളിറ്റി. ഒരുപക്ഷെ ദൈവം തന്നൊരു ഇൻബോൺ ക്വാളിറ്റി ആയിരിക്കും. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഈ ഗ്രീക്ക് മിഥോളജിയിൽ, ഗ്രീക്ക് പൗരാണിക ശാസ്ത്രം പറയുന്നുണ്ട്, ഈ ഹോൺ ഓഫ് പ്ലെന്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
ഈ CS ദേവൻ ജനിക്കുകയും ആ ദേവൻ്റെ അമ്മ മരിച്ചു പോവുകയും അങ്ങനെ ഒരു മദർ ഗോഡ് ആടാണ് ഈ CS ദേവനെ വളർത്തിയെന്നൊക്കെ പറയുന്ന ഒരു കഥ ഗ്രീക്ക് മിത്തോളജിയിലുണ്ട്. അപ്പോൾ ആ ഒരു ആടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആടിൻ്റെ കൊമ്പിനെ വിശേഷിപ്പിച്ചതാണ് ഹോൺ ഓഫ് പ്ലെൻറ്റി. ദാറ്റ് മീൻസ് സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശ്വരൻ തന്ന ഒരുപാട് ഹോൺ ഓഫ് പ്ലെൻറ്റീസ് ഉണ്ട്. ആ ഹോൺ ഓഫ് പ്ലെൻറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ല. വലിയ ക്രൗഡിനോട് നമ്മൾ നാളെ സഹകരിക്കും, രാജാക്കന്മാരോട് സഹകരിക്കും, അല്ലേ? ബട്ട് ഓൾവേസ് യു ട്രൈ ടു കീപ് യുവർ വെർച്യു ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യണം, ആ വെർച്യു എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉറക്കെ എന്താണ് സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും തയ്യാറാവണം. ഡോണ്ട് ലൂസ് ദ കോമൺ ടച്ച്. അപ്പോഴും സാധാരണക്കാരുമായിട്ടുള്ള ഒരു ടച്ച്. കാരണം എന്താ, നമ്മൾ ജനിച്ചു വളർന്നേക്ക് സാധാരണ ഒരു ലൈഫ് പാറ്റേണുമായി ബന്ധപ്പെട്ടായിരിക്കാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെയൊന്നും മറക്കാൻ പാടില്ല. ഓൾ ടൈം നമ്മൾ പല ആൾക്കാരുമായി ജനിച്ചപ്പോൾ കിട്ടിയ കൂട്ടുകാരുണ്ടാവും, പഠിച്ചപ്പോൾ കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊന്നും മറക്കാൻ പാടില്ല. യു ഹാവ് ടു കീപ് ഇൻ ടച്ച് വിത്ത് ഓൾ പീപ്പിൾ. ഇഫ് നെയ്തർ ഫോഴ്സ് ആർ ദ എനിമീസ്, നോട്ട് ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടിട്ട് നിങ്ങളുടെ എനിമീസിനെ പോലും നിങ്ങളെ വേദനിപ്പിക്കാൻ തോന്നരുത്, അല്ലേ? ഫ്രണ്ട്സിനോ ശത്രുക്കൾക്കോ പോലും നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് നിങ്ങളെക്കുറിച്ച് തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നല്ല ഒരു സാമൂഹ്യ ചിന്താഗതിയും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വളരാൻ. അല്ല വെറുതെ ഒരു ഐസ് ക്യൂബ് ബേബിയെ പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല. സമൂഹത്തിൽ ഇറങ്ങുകയും ആൾക്കാരുമായി സഹകരിക്കുകയും ചെയ്യുന്ന ഈ മനോഭാവം ഇല്ലെങ്കിൽ അത് ഭാവിയിൽ പിന്നെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പോലും വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം ഇത്തരം സംഭവങ്ങൾ. ആൻഡ് ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു ഇഫ് ഓൾ മെൻ കൗണ്ട്സ് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, പക്ഷെ ആരോടും നമ്മൾ അമിതമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ പാടില്ല, കൂടുതലെന്നോ കുറവെന്നോ പാടില്ല. ഓൾ ടൈം യു ഹാവ് ടു മെയിൻറ്റെയിൻ സെർട്ടൺ ടച്ച്. എപ്പോഴും അത് ക്രൗഡിനോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോഴും രാജാക്കന്മാരെ സ്പെൻഡ് ചെയ്യുമ്പോഴും സാധാരണക്കാരെ സ്പെൻഡ് ചെയ്യുമ്പോഴും ആൻഡ് യു വോണ്ട് ടു കീപ്പ് എ ലിമിറ്റേഷൻ. പലപ്പോഴും ലിമിറ്റേഷൻസ് മാറിപ്പോകുമ്പോഴാണല്ലോ ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കലി ബബിൾഡ് ഔട്ട് ആവുന്നത്. So always try to keep a limitation. All men count with you but one too much. എല്ലാവരും നമ്മൾ എന്താണ് മാനിക്കണം, ശ്രദ്ധിക്കണം, സ്നേഹിക്കണം. പക്ഷേ അമിതമായിട്ടുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുമ്പോഴാണ് അത് ചിന്തിണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. ഇഫ് യു ഫീൽ ദ അൺഫർഗിവിങ് മിനിറ്റ്സ്. കണ്ടോ, ഈ അൺഫർഗിവിങ് മിനിറ്റ്സ് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു മെറ്റഫോറിക് എക്സ്പ്രഷനാണ്, അല്ലേ? നമ്മൾ പറയാറില്ല, there is a proverb in English, time and tide never waits for men. തിരമാലയും സമയവും ആർക്കും വേണ്ടിയും കാത്തു നിൽക്കാറില്ലെന്ന് പറയാറില്ലേ? അതുപോലെ ഓരോ ടൈമും നമുക്ക് എന്താണ് വളരെ പ്രഷ്യസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എ റേസ്, അല്ലേ? നമ്മൾ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നാലെയുള്ള റേസ് പോലെയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആ ടൈമിനെ നമ്മൾ നാളെ ഓർത്തിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ല, അതിന് വിഷമം ഉണ്ടാക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ യു ഹാവ് ടു കൗണ്ട് എവറി മൊമെൻറ്റ്, എവറി ലൈഫ് ഓഫ് ടൈം. ടൈം നമ്മൾ ഒരിക്കലും നിസ്സാരമായി തള്ളി. അപ്പോൾ ടൈം ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ഈസ് എ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ വിച്ച് റെഫേഴ്സ് ടു അൺഫർഗിവിങ് മിനിറ്റ്സ് ഈസ് എ മെറ്റഫോറിക് എക്സ്പ്രഷൻ വിച്ച് റെഫേഴ്സ് ടു ടൈം. ടൈമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ 60 seconds വർത്ത് ഓഫ് ഓൾ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? അപ്പോൾ 60 സെക്കൻഡ് കഴിയുമ്പോൾ എന്തായാലും 1 മിനിറ്റ് ടൈമാണ്. അപ്പോൾ ഓരോ സെക്കൻഡുകളും നമുക്ക് ഇറ്റ് ഇസ് ഓൾവേസ് വർത്ത് ടു അസ്. യുവേഴ്സ് ഈസ് ദ. അതങ്ങനെ ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ, ഒരു സമയം പോലും നമ്മൾ നെർവസ് ആവാതെ, ഒരു സമയം പോലും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാതെ, ഒരു സമയം പോലും വേസ്റ്റ് ചെയ്ത് കളയാതെ, ഇഫ് യു ക്യാൻ കണ്ടിന്യൂ യുവർ ജോബ് ആൻഡ് ഷുവർലി യു ക്യാൻ മേക്ക് ഗ്രാൻഡ് സക്സസ് ഇൻ യുവർ ലൈഫ്. 1-2 പരാജയങ്ങൾ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഡോണ്ട് സ്റ്റോപ്പ് യുവർ എഫേർട്സ്, ഡോണ്ട് സ്റ്റോപ്പ് യുവർ എൻഡീവേഴ്സ്, ആൻഡ് അഗെയിൻ പിക്ക് ദ സെയിം ടൂൾസ്. നമ്മുടെ സെയിം ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക. ദെൻ ഷുവർലി നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്തു എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം യു ഹാവ് ടു യൂട്ടിലൈസ് ഓൾ യുവർ ടൈം ബീങ്. യുവേഴ്സ് ഈസ് ദെയർ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇഫ് യു ആർ മെയിൻറ്റെയിനിങ് എവറിത്തിങ്,
ആൻഡ് ഫൈനലി വി ക്യാൻ സേ യുവേഴ്സ് ഈസ് ദ എർത്ത്. ഈ ഭൂമി എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ എർത്ത് എന്ന് പറഞ്ഞ ആർക്കുള്ളതായിരിക്കാം? വൺ ഹൂ ഡസ് നോട്ട് എന്താണ് നെഗ്ലക്ട് ടൈം ആൻഡ് എനർജി. ഈ ലോകത്ത് ഇടുന്ന സമയവും അല്ലെങ്കിൽ എനർജി എന്ന് ഒരിക്കലും പാഴിക്കളയാതെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും എന്താണ്? ഹീ ഈസ് എ പെർഫെക്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. ഇതെല്ലാം നിനക്കുള്ളതായി മാറും അല്ലേ? ആൻഡ് വിച്ച് ഇസ് മോർ, ഇതിനധികം പറയുന്നു, വിച്ച് ഇസ് മോർ വിൽ ബി യു വിൽ ബി എ മാൻ മൈ സൺ. അപ്പോൾ യു വിൽ ബി എ മാൻ മൈ സൺ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അങ്ങനെ എവറി മൊമെന്റ് യു ആർ യൂട്ടിലൈസിങ് യുവർ ടൈം ആൻഡ് എനർജി. നീ ആയിരിക്കും എന്താണ്? യു വിൽ ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ മാൻ ടു മേക്ക് എ ലൈഫ് ഇൻ ദിസ് വേൾഡ്. ഈ എർത്ത് നിന്റേതായി മാറും അല്ലേ? ദെൻ യു ക്യാൻ ബി എ മാൻ, യു ക്യാൻ ബി എ ജെന്റിൽ മാൻ. ദാറ്റ് ഈസ് ടു മൈ സൺ. അപ്പോൾ വി ക്യാൻ സേ ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ് ദിസ് ഇസ് എ പോയം ഓഫ് അഡ്വൈസ്. അപ്പോൾ കവി ആർക്ക് കൊടുത്ത അഡ്വൈസ് ആണ്? ഈസ് അഡ്വൈസ് പ്രൊവൈഡഡ് ടു ഹിസ് ഓൺ സൺ. സ്വന്തം മകന് കൊടുത്ത ഒരു അഡ്വൈസ് ആണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന ഈ പോയം. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഡിഡാക്റ്റിക് പോയം. അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? അതിനൊരു ഡിഡാക്റ്റിക് പോയം എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം. ആൻഡ് ദിസ് ഈസ് ദ 4 സ്റ്റാൻസാസ് ഓഫ് ദ ലെസൺ. ഈ 4 സ്റ്റാൻസയിലും എന്താണ്? അപ്പോൾ ആദ്യ സ്റ്റാൻസയിൽ കവിയുടെ നിഗമനങ്ങളും അതിൻ്റെ അറേഞ്ച്മെൻറ്റുകളും പിന്നെ അറേഞ്ച് ചെയ്ത നിഗമനങ്ങളുടെ പ്രവൃത്തികളും എങ്ങനെയാണ് പുള്ളി ഒരു നല്ല മാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നതും എന്ന് 4 സെക്ഷനിലൂടെയാണ് ഈ സിമ്പിൾ കവിത സഞ്ചരിച്ച് നമ്മുടെ അടുത്തെത്തി അല്ലേ? ആൻഡ് ഇനി നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ആകാൻ ശ്രമിക്കണം. കാരണം അതുപോലെ അപ്പടിയാകണമെന്ന് പറയുന്നില്ല. യു ക്യാൻ ട്രേസ് സെർട്ടൻ ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ് അല്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് ഗുണകരമാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാകണം എന്ന് പലപ്പോഴും ഇല്ല അല്ലേ? അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗുണഗണങ്ങളും എന്താണ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരാളിന് മാത്രമേ എന്തായി മാറാൻ പറ്റൂ? ഒരു ഉത്തമനായ ഒരു പെർഫെക്റ്റായ വ്യക്തിയായി മാറാൻ സാധിക്കൂ എന്നാണ് ഈ കവിത നമ്മെ പഠിക്കുന്നത് അല്ലേ? കവിത വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ എന്താണ് ഒരുപാട് യൂസ് ചെയ്ത് വന്നിട്ടുള്ള ഈ മെറ്റഫോറിക്കൽ ഇമേജസുകളും അല്ലെങ്കിൽ പെർസോണിഫിക്കേഷനും ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദിസ് പോയം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട കാര്യങ്ങളും അത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഇന്ന് പറഞ്ഞതിലുണ്ടാകുന്ന ട്രയംബൽ ഡിസാസ്റ്റർ പറഞ്ഞതാണ് പെർസോണിഫിക്കേഷനാണ്. അൺഫർഗീവിങ് മീൻസ് എന്ന് പറഞ്ഞ മെറ്റഫോറിക് യൂസേജ് ആണ് കേട്ടോ. പെർസോണിഫിക്കേഷൻ അല്ല, മെറ്റഫോറിക് യൂസേജ് ആണ്. അതെന്താ റെഫർ ചെയ്യുന്നത്? ഈ റെഫേഴ്സ് ടു ടൈം, ടൈമിനെയാണ് എന്ത് ചെയ്യുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ കീപ്പിംഗ് ദ ഹെഡ് ആൻഡ് ലൂസിങ് ഹെഡ് എന്ന് പറയുന്നത് മെറ്റഫോറിക്കാണ്. അത് എന്താ വ്യക്തമാക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഒരു ബോൾഡ്നെസ്, ഒരു മെൻ്റൽ ബാലൻസിനെയാണ് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റഡിനെസ്സിനെയാണ് എന്ത് ചെയ്യുന്നത് അത്. അപ്പോൾ അത് അങ്ങനെ മെൻ്റൽ സ്റ്റഡിനെസ് ഉള്ള ഒരാൾ എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. ഒരു മേക്കിംഗ് യുവർ ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് മെറ്റഫോറിക് യൂസേജ് ആണ്. അത് പറഞ്ഞത് എന്താണ്? നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ മാസ്റ്റർ ആവണം. പക്ഷെ ഒരിക്കലും എന്താക്കാൻ പാടില്ല സ്ലേവ് ആയി. കാരണം മാസ്റ്റർ ആണല്ലോ എപ്പോഴും നമ്മുടെ എല്ലാ വൈകാരിക തലങ്ങളെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. മേക്കിംഗ് വിത്ത് ട്രയംബ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അതൊരു മെറ്റഫോറിക് യൂസേജ് ആണ്. അതെന്ത് തന്നെയാണ് ഈസ് ആൾസോ വെരി ഇംപ്രസീവ് ഇൻ ദിസ് പോയം. സിമിലർലി നമ്മൾ ഇന്ന് വായിച്ച ഏതാണ്? കീപ്പിംഗ് ഓൾ യുവർ വിന്നിങ്സ്. അർത്ഥം എന്താണ്? ഇറ്റ് ആൾവേസ് ഇൻഡിക്കേറ്റ്സ് ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ പേഴ്സൺ. ദെൻ ടേൺ ഓൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് മീൻസ് അർത്ഥം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വർക്ക് വിത്ത് ദ കിങ്സ് സ്റ്റാൻഡ്സ് ഫോർ കീപ്പിംഗ് ദ ഹൈ പൊസിഷൻ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് യൂസേജുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന് പറയുന്നത് ഈ കവിത ജോസഫ് റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഈഫ് എന്ന് പറയുന്ന ഈ കവിത. ഇതാണ് ഈ കവിതയിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഞാൻ പറയാം, നല്ലപോലെ ഇൻട്രാക്ട് ചെയ്ത് വായിക്കുക. ഇൻട്രാക്ട് ചെയ്ത് വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ എഴുതാൻ പറ്റും. ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ബേസ്ഡ് ഓൺ ദ എക്സ്പ്രഷൻസ് യു സ്റ്റഡീഡ് ഇൻ ദ പോയം. കേട്ടോ, അങ്ങനെ ചോദിച്ചേക്കുന്നത്. ഐ മീൻ കൺസിഡർ തീം, ലാംഗ്വേജ്, സ്റ്റൈൽ, ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് സിംബോളിക് എക്സ്പ്രഷൻ. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണം? യു ഹാവ് ടു കമ്പോസ് എ ബ്രില്യൻറ്റ് അപ്രീസിയേഷൻ. ആ നോട്ട്സ് ഞാൻ തരും, വിഷമിക്കണം കേട്ടോ. അതാണ് റിപ്പീറ്റ് ഒരുപാട് ചോദ്യം എന്ന് പറയുന്നത്.
ഇനി ഈ ജനറൽ ക്വാളിറ്റികളെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ചില കവിതകൾ തന്നിട്ട് എന്ത് ചെയ്യാം, ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ആസ്കിംഗ് റൈറ്റിംഗ് അപ്രീസിയേഷൻ, അങ്ങനെ ചോദിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം കേട്ടോ, അത് വിഷമമില്ല. പിന്നെ അത് പ്രത്യേകിച്ച് ഈ ഒരു ചോദ്യമാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ലൈൻ ഞാൻ പറയാം, മാർക്ക് ചെയ്യണം. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർസെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. ഇത് ഒരുപാട് പബ്ലിക് പരീക്ഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫർഗിവിംഗ് മിനിറ്റ്സ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ യുവേഴ്സ് ഈസ് ദ ഇയർ ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. ഇറ്റ്സ് ആൾസോ അനദർ ക്വസ്റ്റ്യൻ ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ രണ്ട് ചോദ്യങ്ങളും ഈ രണ്ട് ഏരിയസ് നല്ലപോലെ വായിക്കുക. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ ഈ രണ്ട് ഇപ്പോൾ വായിച്ച ചോദ്യങ്ങൾ അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിന് ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് നയിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ആഫ്റ്റർ അപ്ലോഡിംഗ് ദ വീഡിയോ ഐ ഷൽ സെൻഡ് യു ദ സർട്ടൻ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻ ഐ റെഡ് ഓൾറെഡി റെഡ്. അതുമായി ബന്ധപ്പെട്ട 2, 3, 4 ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അതിന് എന്ത് ചെയ്യണം, ഉത്തരങ്ങളെല്ലാം എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ +1 ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ. ആകെ ഉണ്ടായിരുന്ന ഇൻക്ലൂഡിങ് 5 ഒരു ബിഗിനിങ് പാഠം ഉൾപ്പെടെയുള്ള ഒരു 5 പാഠങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ 4 ലെസൺസുകളേ ഉള്ളൂ. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് പേഴ്സൺ ആയ മാറാൻ സഹായിക്കുന്ന ക്വാളിറ്റികളും ഗ്രേറ്റ്നെസ് സഹായിച്ച കുറേ എവിഡൻസുകളും എല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രേറ്റ്നെസ് തടസ്സം ഉണ്ടാക്കുന്നത് എല്ലാം വായിച്ചു പോയ വളരെ മനോഹരമായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് എന്ന് പറഞ്ഞ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഞാൻ ആ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിനോട് ഞാനിപ്പോൾ വിട പറയാണ്. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായി ഒരു പുതിയ പാഠവുമായി നമ്മൾ എന്ത് ചെയ്യും കണ്ടു. അതുവരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.